അങ്ങനെ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് മുട്ട വെച്ചിട്ട് ഇന്ന് 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മുട്ട എഗ്ഗ് ക്യാൻഡിലിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കയ്യിൽ 2 ഇൻക്യുബേറ്ററാണ് യൂഷ്വലി ഉള്ളത്. അതിൻ്റെ അകത്ത് ഹാച്ച് പ്രോയിൻ്റെ സ്മോൾ മോഡലിൽ മാത്രമേ നമുക്ക് ഈ ക്യാൻഡിലിങ്ങിൻ്റെ ലൈറ്റ് വരുന്നുള്ളൂ. മറ്റേ ബിഗിലേ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്മോളിൽ വെച്ച് നോക്കുകയാണ്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മളൊരു മുട്ട എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്ന് 7ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഇനി അടുത്ത 14ാമത്തെ ദിവസവും പിന്നെയും വയ്ക്കും. 14ാമത്തെ ദിവസവും ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ മുട്ട നമ്മൾ ഡിസ്കാർഡാണ് ചെയ്യുന്നത്. ഈ ഇൻക്യുബേറ്ററിൻ്റെ അകത്തെന്ന് പറഞ്ഞ ലൈറ്റ് കാരണം കൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻക്യുബേറ്ററിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുള്ള ക്യാൻഡിലിങ് ചെയ്യാനുള്ള ഇൻക്യുബേറ്ററിന് നമ്മൾ താഴെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഇതിൽ നമുക്ക് കാണാം ഒരു എഗ്ഗിൻ്റെ ലാറ്ററൽ സൈഡിൽ നല്ലപോലെ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇത് നമുക്ക് 7ാമത്തെ ദിവസമായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജാണ്. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് എവിടെ നിന്നാണ് എടുത്ത് അവിടെ തന്നെ മുട്ട വെച്ചു. അത് കഴിഞ്ഞ് അടച്ചു. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ മോയിസ്ചറിന് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഈ മുട്ടയ്ക്കകത്താണെങ്കിൽ ഒന്നും ശരിക്കും ഇല്ല, മഞ്ഞക്കുരുവിൻ്റെ ഒരു ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വെച്ചേക്കാം. ഇനി 14ാമത്തെ ദിവസം നോക്കുമ്പോഴത്തേക്ക് അതിന് ഡിസ്കാർഡ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു മുട്ട എടുത്ത് വെച്ച് നോക്കി. അതിൻ്റെ അകത്താണെങ്കിൽ ഒട്ടും ഗ്രോത്ത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ എടുത്ത് വെളിയിലെടുത്ത് എറിഞ്ഞു. ഇതേപോലെ തന്നെ ചില സമയത്തൊക്കെ വേണ്ടാത്ത മുട്ടകളും കിട്ടും. അതൊന്നും നമുക്ക് പിന്നെ ഗുണമില്ല. ഇതിൻ്റെ അകത്ത് നല്ലപോലെ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട അനക്കാതെ തന്നെ നമ്മൾ റൊട്ടേഷൻ്റെ ഇതിൻ്റെ അകത്ത് വെച്ചു, സെറ്ററിൽ വെച്ചു. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ മുട്ടയും നോക്കി കറക്റ്റായിട്ട് തന്നെ എവിടെ നിന്നെടുത്ത് അവിടെ നിന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഹ്യൂമിഡിറ്റി ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തനിയെ തന്നെ 37.7 കയറിക്കോളും. ബാക്കി നമ്മളുടെ വിരിയാത്ത 3 മുട്ട, ഡെവലപ്മെൻ്റ് ഇല്ലാത്ത 3 മുട്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.